ഹരേ കൃഷ്ണ. നാരദര് ഹനുമാനെ ശ്രീകൃഷ്ണന്റെ പക്കൽ എത്തിക്കുന്നു. നാരദൻ വീണമീട്ടി രാമനാമം പാടിക്കൊണ്ട് പതുക്കെ മുൻപോട്ട് നടന്നു. ആ ശബ്ദത്തിന് പുറകെ ഹനുമാനും കണ്ണുകൾ പൂട്ടിക്കൊണ്ട് മെല്ലെ നടന്നു നീങ്ങി. നാരദൻ തൻ്റെ നടത്തേക്ക് വേഗത കൂട്ടി. അതനുസരിച്ച് വാനരവീരനും അവൻ്റെ നടത്തേക്ക് വേഗത കൂട്ടി. ഒടുവിൽ നാരദർ രാമനാമം പാടി ശ്രീരാമഭക്തനായ ഹനുമാനെ ആകർഷിച്ചു ദ്വാരകയിലെ മനോഹരമായ ഉദ്യാനത്തിൽ കൊണ്ടുവന്നിരുത്തിയ ശേഷം വിവരം ധരിപ്പിക്കുന്നതിനായി ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ഓടി. രാമനാമം കേൾക്കാതായപ്പോൾ ഹനുമാൻ കണ്ണു തുറന്നു 4 പാടും നോക്കി. എന്ത്, കദളീവനമല്ലല്ലോ? ഞാൻ ഇരുന്നത് കദളീവനത്തിലല്ലേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നുവെന്ന ചിന്തയാൽ ഹനുമാൻ അത്യധികം ക്രുദ്ധനായി തീർന്നു. ശരീരം വികസിപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഹനുമാൻ അലറിക്കൊണ്ട് ആ ഉദ്യാനത്തിലെ ചന്ദന മന്ദാരാദി മരങ്ങളെ തല്ലി തകർക്കുവാൻ തുടങ്ങി. അപ്പോൾ ഉദ്യാനം കാവൽക്കാർ ആ കവിപ്രവരനോട് ഏറ്റുമുട്ടി. പക്ഷേ വായുപുത്രന്റെ താണ്ഡവമേറ്റ് അവർ മരണോന്മുഖരായി തെറിച്ചു വീണു. ഉദ്യാന പാലകന്മാർ ഒരു കുരങ്ങനോട് ഏറ്റുമുട്ടി തോറ്റ വിവരം അതിശയത്തോട് ബലരാമൻ കേൾക്കാനിടയായി. ബലരാമന് പെട്ടെന്ന് കോപമുണ്ടായി. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഗരുഡനെ മനസ്സിൽ സ്മരിക്കുകയും ഗരുഡൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ബലഭദ്രൻ ഉടനെ വൈനതയനെ പിടിച്ച് ഇങ്ങനെ കൽപ്പിച്ചു: ഗരുഡ, ഉദ്യാനത്തിൽ ഒരു കുരങ്ങൻ കയറി വന്ന് ഉദ്യാനം മുഴുവൻ തകർത്തിരിക്കുന്നു. അവനെ തടഞ്ഞ രാക്ഷസ ഭടന്മാരെ മുഴുവൻ അവൻ ആക്രമിച്ചിരിക്കുന്നു. ഹരേ, രക്ഷാഭടന്മാരെ മുഴുവൻ അവൻ ആക്രമിച്ചിരിക്കുന്നു. അതിനാൽ നീ പോയി അവനെ കൊത്തിയെടുത്ത് ഉടനെ ഇവിടെ വരണം. അവനെ കൊല്ലരുത്. ബലരാമന്റെ ഉത്തരവ് കേട്ട് ഉടനെ തന്നെ ഗരുഡൻ ഉദ്യാനത്തിലേക്ക് പറന്നു. തൻ്റെ പക്ഷങ്ങൾ വിടർത്തി ഹനുമാനെ ആഞ്ഞടിച്ചു. കപീന്ദ്രനും വിട്ടില്ല. ഖഗേന്ദ്രനും കപീന്ദ്രനും തമ്മിലുള്ള പോരാട്ടം അത്യന്തം രൂക്ഷമായിരുന്നു. ഗരുഡൻ ആകെ തളർന്ന് രക്തം തുപ്പിത്തുടങ്ങി. ഒടുവിൽ പരവശനായി കാലും ചിറകുകൾ ഒടിഞ്ഞു അതിദയനീയമായി ദൂരെ തെറിച്ചു വീണു. അവൻ വേദന കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ച് വിലപിച്ചുകൊണ്ട് നിലത്ത് കിടന്നുരുണ്ടു. അത് കണ്ട് പരിഭ്രാന്തനായ ജനം ബലരാമ സന്നിധിയിലെത്തി വിവരം ധരിപ്പിച്ചു. ഹരേ കൃഷ്ണ, ഇതിൻ്റെ ബാക്കി